ഹലോ, അപ്പം ഞാൻ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ടൊമാറ്റോ ചട്നിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ചട്നി. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 5 വറ്റൽമുളക് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട ശേഷം അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ കുതിർത്താൽ ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൂട്ടക്കഥ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് തക്കാളി എടുക്കുമ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുക്കണേ. ഇനി ഞാനത് തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി വന്ന ശേഷം ഞാൻ നമ്മുടെ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം ഒരല്പം ചേർക്കുന്നുണ്ട്. ജീരകം കരിഞ്ഞു പോകാതെ നോക്കണം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ട് നമ്മൾ ഇതിനകത്തോട്ടിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അല്പം ഉപ്പും കൂടി ചേർത്ത് പച്ച ചെവയൊക്കെ ഒന്ന് മാറി വരണം. അതായത് ഈ തക്കാളിയുടെയും സവാളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചെവ ഇതിൽ കാണും, നമ്മുടെ മുളകിൻ്റെയൊക്കെ. അതൊന്ന് മാറി വരുന്നവരെ ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അതിനകത്ത് ഇതൊന്നൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുവാണ്. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കൂട്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഇതിരിക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഈ പച്ച ചെവയൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നിങ്ങൾ ഉപ്പ് ചേർത്ത സമയത്ത് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 2 നുള്ള് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.